സ്വന്തം സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ വികസന നിർദ്ദേശ പത്രിക തയ്യാറാക്കി സ്ഥാനാർത്ഥികൾക്ക് നൽകിയ വിദ്യാർത്ഥികളുടെ പ്രവർത്തന മികവ് ശ്രദ്ധ നേടി. മൂടാടി പഞ്ചായത്തിലെ വൻമുഖം എളമ്പിലാട് MLP സ്കൂൾ സ്ഥിതി ചെയ്യുന്ന 4-ാം വാർഡിലെ സ്ഥാനാർത്ഥികൾക്കാണ് വിദ്യാർത്ഥികൾ 10ഓളം വരുന്ന നിർദ്ദേശ പത്രികകൾ തയ്യാറാക്കി സമർപ്പിച്ചത്. മൂടാടി പഞ്ചായത്തിലെ വൻമുഖം എളമ്പിലാട് MLP സ്കൂൾ സ്ഥിതി ചെയ്യുന്ന 4-ാം വാർഡിന്റെ വികസനം എങ്ങനെ വേണമെന്ന കുട്ടികളുടെ കാഴ്ചപ്പാട് വികസന നിർദ്ദേശ പത്രികയാക്കി വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ നൽകിയത്. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നിരന്തരമായി ഏറ്റെടുത്തു വരുന്ന പരിസ്ഥിതി കാർഷിക പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ച് വാർഡിലെ മുഴുവൻ വീടുകളിലും ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതി ആരംഭിക്കണമെന്നും വാർഡിലെ കുടുംബങ്ങളുടെ വായനാശീലം രൂപപ്പെടുത്താൻ വാർഡിൽ ഒരു പൊതു ലൈബ്രറി സ്ഥാപിക്കണമെന്നും 4-ാം വാർഡ് മാലിന്യമുക്തമാക്കാൻ പൊതു ഇടങ്ങളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്നതടക്കമുള്ള 10ഓളം സുപ്രധാന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് കുട്ടികൾ വികസന നിർദ്ദേശ പത്രിക തയ്യാറാക്കിയത്. 4-ാം വാർഡിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളെയും സ്കൂളിലേക്ക് ക്ഷണിച്ച് കുട്ടികൾ തങ്ങളുടെ വാർഡ് വികസന സങ്കല്പം പങ്കുവെക്കുകയും നിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. സ്കൂൾ ലീഡർ MK വേദ വികസന നിർദ്ദേശ പത്രിക കൈമാറി. സ്ഥാനാർത്ഥികളായ അനസ് അണ്യാട്ട, PVK അഷ്റഫ, P മിനു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് സ്ഥാനാർത്ഥികൾ കുട്ടികളുമായി സംവദിച്ചു. വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ കുട്ടികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുമെന്ന് സ്ഥാനാർത്ഥികൾ ഉറപ്പു നൽകി. പരിസ്ഥിതി ക്ലബ്ബ് ലീഡർ S അദ്യുത അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളായ AS ശ്രീയ, മിലൻ, രാകേഷ്, S ആദിഷ്, റന ഫാത്തിമ, മുഹമ്മദ് റയാൻ എന്നിവർ സംസാരിച്ചു.